ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ സെക്രട്ടറി എം സജാദിനെ ഗുണ്ട നിയമപ്രകാരം ജയിലടച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞതിനു ശേഷം കൊല്ലം ജില്ലയുടെ കളക്ടറും ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേരള ആന്റി സോഷ്യൽ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അഥവാ കാപ്ര എന്ന നിയമത്തിന്റെ വകുപ്പുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുപ്രവർത്തകനെ, ജനപ്രതിനിധിയെ, രാഷ്ട്രീയ നേതാവിനെ ഗുണ്ട ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് കൽത്തുറുങ്കിലടയ്ക്കാൻ, ജാമ്യം പോലും കിട്ടാതെ കൽത്തുറുങ്കിലടയ്ക്കാൻ, വിയ്യൂർ സെൻട്രൽ ജയിലിലടയ്ക്കാൻ കൊല്ലം ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ താല്പര്യത്തിന് അനുരോധമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഈ രാജ്യത്തെ കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും നിരന്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ, കൊട്ടേഷൻ സംഘങ്ങളെ, സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളെ നിരന്തരമായി ക്രിമിനൽ വാസനയും ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർ ജയിൽ വിമോചിതരായാൽ വീണ്ടും ക്രിമിനൽ കുറ്റങ്ങളിൽ, കൊലപാതക കുറ്റങ്ങളിൽ പിടിച്ചു പറയും. കേരളത്തിലെ സംഘടിത സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും മാഫിയ പ്രവർത്തനങ്ങളെയും തടയാനായി ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന ഗുണ്ടാ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് UDF സർക്കാരെന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായി ഈ നിയമം ഉപയോഗിച്ച് പൊതുപ്രവർത്തകരെ ജയിലിലടയ്ക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ ട്രഷറർ M അജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ ആക്ടിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് SS ബിജു സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി NA ഷംഹീർ മുഖ്യപ്രഭാഷണം നടത്തി. മൂന്നാം മുറ മാത്രമല്ല, ഇറാഖിലെ അബൂ ഘ്രൈബ് ജയിലിൽ ഇറാഖിലെ തടവുകാർക്ക് നേരെ അമേരിക്ക നടത്തുന്ന പീഡനത്തെക്കാൾ ക്രൂരമായ പീഡനം, അതും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. 4 ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി. 96 മണിക്കൂർ, 4 ദിവസം, 96 മണിക്കൂർ പോലീസിന്റെ വ്യത്യസ്ത സംഘങ്ങൾ, ടീമുകൾ, ആ ടീമുകൾ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ തുടർച്ചയായി ചോദ്യം ചെയ്യൽ. എന്നിട്ടോ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷം ഉറക്കം വരുന്നോ? അതെ, ഉറക്കം വരുന്നു. എന്നാ പോയി ഉറങ്ങ്. അതെ, ഉറങ്ങ്. ഉറങ്ങി പറയും, പോകും വിളിക്കും. എന്നാ നീ കുളിച്ചിട്ട് പോയി ഉറങ്ങിക്കോ. കുളിക്കാൻ വിടും. കുളിച്ചു വന്ന് ഉറങ്ങണോ? അതെ. എന്നാ നീ ഭക്ഷണം കഴിച്ചോ? പൊറോട്ട കൊടുക്കും. പൊറോട്ട 2 കഷ്ണം മുറിച്ചു തിന്നുമ്പോഴേക്കും കൈക്ക് ലാത്തി കൊണ്ടടിച്ച് പൊറോട്ട തെറിപ്പിക്കും. കൊണ്ടുപോയി ചുമരിനോട് ചാരി നിർത്തിക്കും. ഉറങ്ങണോ? അതെ, ചാരി ഉറങ്ങിക്കോ. ചാരി അവൻ തല ഇങ്ങനെ പൂട്ടുമ്പം, കൺപോളകൾ വന്നടയുമ്പം അവന്റെ കാലിന് ബൂട്ട് കൊണ്ടും ലാത്തി കൊണ്ടുമുള്ള കുത്ത. ഇതൊരു ഭാഗത്ത് പീഡനം. വേറൊരു സഖാവിനെ പിടിച്ചുകൊണ്ടുപോയി മാഹിയിലെ സഖാവിനെ പിടിച്ചുകൊണ്ടുപോയി 72 മണിക്കൂർ നേരം തുടർച്ചയായി എഴുതിക്കും. പത്രം വായിച്ചു കൊടുക്കും പോലീസുകാർ. പല ടീമാ. എന്നിട്ട് പറയും എഴുതിക്കോ. ഓനിങ്ങനെ എഴുതും. കൈ കടയുമ്പം കൈക്ക് ലാത്തി കൊണ്ടടിയ വീണ്ടും എഴുതും. അങ്ങനെ എഴുതിലിട്ടു. അവനെ ആദ്യം ക്രൂരമായി തല്ലിച്ചതച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിർത്തിച്ചതിന് ശേഷം അവന്റെ കാലിന്റെ തള്ളവരലിന് മുകളിൽ കട്ടിലിന്റെ കാലി കയറ്റി വെച്ചു. കട്ടിലിന്റെ കാലി കയറ്റിയതിനു ശേഷം ആ കട്ടിലിന് മുകളിൽ സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരും കയറിയിരുന്നു. ഇതാണ് പീഡനം. KN ബാലഗോപാൽ MP, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോർജ് മാത്യു, S ജയമോഹൻ, S സുദേവൻ, CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി K ബാബു പണിക്കർ, NCP കേന്ദ്ര സമിതി അംഗം PY ലൂക്കോസ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി G മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ.